അപ്പോൾ നമ്മളൊരു ആക്ട്രസിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ കരിയറിൽ നടന്ന കാര്യങ്ങൾ പഠിച്ചെടുത്ത് ഒരു കൺവെൻഷണൽ രീതിയിൽ വീഡിയോ ചെയ്യാറല്ലോ പതിവ്. മറിച്ച് എനിക്ക് അവരുടേതായി കണ്ടു പരിചയമുള്ളത് എന്താണോ അതിനെക്കുറിച്ച് മാത്രമാണല്ലോ പറയാറ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആക്ടർ വിജയകാന്തിനെ കുറിച്ച് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെതായി വളരെ ചുരുക്കം ചില സിനിമകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുതന്നെ കണ്ടത് പണ്ട് കുട്ടിക്കാലത്താണ്. അന്ന് ചാനൽ മാറ്റുന്നതിനിടയിൽ സൺ ടിവിയിലോ KTVയിലോ കണ്ട ചില സിനിമകൾ. ആൻഡ് മിക്ക സിനിമകളിലും ഇദ്ദേഹം പോലീസോ പട്ടാളമോ ആയിരിക്കും. അതിൽ തന്നെ ഓർത്തിരിക്കുന്ന ചില സംഗതികൾ, ഒരു പടത്തിൽ നമ്മുടെ രഘുവരൻ വന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ഇദ്ദേഹം സ്ലോ മോഷനിൽ നടന്നു വരുന്ന രംഗമുള്ള ഒരു സിനിമയാണ്. പിൽക്കാലത്ത് ഈ സിനിമയിലെ രംഗങ്ങൾ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു അന്താരാഷ്ട്ര ലെവൽ ട്രോളുകൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു സംഗതിയായി മാറുകയാണ് ഉണ്ടായത്. മറ്റൊന്ന്, ഇദ്ദേഹം പാകിസ്ഥാനിൽ ചെന്ന് ഇന്ത്യക്കാരെ ഹെലികോപ്റ്ററിൽ രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു സിനിമ. മൂന്നാമത്തത്, ഇദ്ദേഹം ഒരു ക്ലോക്ക് ടവറിന് മേലെ തൂങ്ങി പിടിച്ചിരിക്കുന്ന രംഗമുള്ള ഒരു സിനിമ. അപ്പോൾ ഇത്രയുമാണ് ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടതിൽ നിന്ന് ഇപ്പോൾ എനിക്കുള്ള മെമ്മറീസ്. ആൻഡ് ഇതുകൊണ്ടുണ്ടായ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗോഡ് സിനിമയുടെ ക്ലൈമാക്സിൽ വിജയ് ശിവകാർത്തികേയനോട് തുപ്പാക്കി പിടിക്കാൻ പറഞ്ഞുകൊണ്ട് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ, എന്തിനാ സാർ, ഞാൻ വെറുതെ കളി കാണാൻ വന്നതല്ലേ, എന്നോടെന്തിനീ വിജയകാന്ത് സിനിമകളുടെ കഥ പറയുന്നു എന്നൊരു മറുചോദ്യമുണ്ട്. അപ്പൊ സംഗതി അതൊരു നൈസ് കോമഡിയാണ്. എന്നാൽ അത് മനസ്സിലാവണമെങ്കിൽ ഈ വിജയകാന്ത് പണ്ട് ഏത് തരത്തിലുള്ള സിനിമകളായിരുന്നു ചെയ്തിരുന്നത് എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഉപകാരം ഞാൻ കുട്ടിക്കാലത്ത് ഈ ഒരു സിനിമകൾ കണ്ടതുകൊണ്ട് എനിക്കുണ്ടായിട്ടുണ്ട്. ഓൾസോ ഒരു കാലത്ത് തമിഴിലെ സ്റ്റാർ ഡയറക്ടറായിരുന്ന AR മുരുകദോസിന്റെ രണ്ടാമത്തെ ചിത്രമായ രമണയിലും ഇദ്ദേഹമായിരുന്നു നായകൻ.